സുഹൃത്തുക്കളെ വീണ്ടും വന്നിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് കൊടൈക്കനാലിലേക്ക് ഇ പാസ് ഇല്ലാതൊരു ബസ് യാത്ര നടത്തിയാലോ? എന്നും രാത്രി 8:30 മധുര വരെ പോകുന്ന KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സിൽ 365 രൂപ ടിക്കറ്റിൽ പളനിയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തത്. പുഷ് ബാക്കുള്ള സീറ്റൊക്കെ ആയതുകൊണ്ട് നല്ല കംഫർട്ട്, ഒരു ഉറക്കമൊക്കെ ഉറങ്ങി 4 മണിയോട് കൂടി നമ്മൾ പളനിയിലെത്തി. പിന്നീട് നമ്മൾ യാത്ര ചെയ്തത് 4:30 TNTCയുടെ ബസ്സിൽ 60 രൂപ ടിക്കറ്റിൽ കൊടൈക്കനാലിലേക്കാണ്. മനോഹരമായ ഒരു സൺറൈസ് ഒക്കെ കണ്ടുകൊണ്ട് ആ ചുരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തണുത്ത കാറ്റൊക്കെ കൊണ്ട് 7:30 കൂടി നമ്മൾ കൊടൈക്കനാലിലെത്തി. കൊടൈക്കനാൽ ബസ് ഇറങ്ങി ചായയൊക്കെ കുടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമാണ് സൈറ്റ് സീയിങ്ങിൽ ഒരു ബസ് ഉണ്ടെന്ന് പറയുന്നത്. 380 രൂപ ടിക്കറ്റിൽ ആദ്യം പോയത് കോക്കസ് വാൽക്കിലേക്കാണ്. 20 രൂപയിൽ ടിക്കറ്റ് എടുത്ത് നടന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പിന്നീട് നമ്മൾ പോയത് സേലത്തിലുള്ള വളരെ പുരാതനമായ ചർച്ചിലേക്കാണ്. ചർച്ചിൻ്റെ ഉള്ളിൽ കയറി കാഴ്ചകളൊക്കെ കണ്ട് പില്ലർ റോക്കും അപ്പറിലേക്ക് വ്യൂ പോയിന്റും മോയർ പോയിന്റൊക്കെ പോയി. പിന്നീട് നമ്മൾ പോയത് ഗുണ കേവിലേക്ക്, അതായത് ഡബിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കിയ ഗുണ കേവിൽ പോയി. ആ കാഴ്ചകളൊക്കെ കണ്ട് പിന്നീട് നമ്മൾ പോയത് 1905 ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഓഫീസർ നിർമ്മിച്ച 600 ഏക്കറോളം സ്ഥിതി ചെയ്യുന്ന പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ ഫോറസ്റ്റിന്റെ ഭംഗി ആവോളും ആസ്വദിച്ച് അവസാനം ഇവർ 3 മണിയോട് കൂടിയിട്ട് ലേക്കിൽ ഇവർ ഡ്രോപ്പ് ചെയ്തു. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നീട് നമ്മൾ 4:30 കൂടിയിട്ട് എല്ലാ ദിവസവും പളനിയിലേക്ക് പോകുന്ന TNTCയുടെ ബസ്സിൽ നേരെ 60 രൂപ ടിക്കറ്റിൽ പളനിയിലെത്തി. രാത്രി എല്ലാ ദിവസവും നമുക്ക് കണ്ണൂരിലേക്ക് പോകുന്ന മധുരൈ ബസ് 365 രൂപ ടിക്കറ്റിൽ കോഴിക്കോട്ടേക്ക് അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.